ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അച്യുതനോട് അലോക് പറഞ്ഞു, അച്ഛാ ഇപ്പൊ അവള് നാണം കെട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ആൾക്കാരുടെയൊക്കെ മുന്നില് വലിയ ആളം കളിച്ച് അവളിപ്പൊ എന്നെ വിളിക്കും. പക്ഷേങ്കില് എന്നെ കാണാതെ വന്നു കഴിയുമ്പം അവൾക്കും മനസ്സിലാവും ഞാൻ അവൾക്കിട്ട് പണി കൊടുത്തെന്നുള്ള കാര്യം. ഞാനും ഫോണൊക്കെ ഒന്ന് ഓണാക്കാന്നും പറഞ്ഞുകൊണ്ട് അലോക് ഫോൺ ഓണാക്കി. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അച്ഛാ എന്റെ ഫോണിനകത്തുനിന്ന് 70,000 രൂപ കട്ടായി. 70,000 രൂപ കട്ടായെന്നോ? എടാ അതെങ്ങനെയാ കട്ടായത്? എനിക്കറിയില്ല. എടാ പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് വിളിക്ക്. ഇനിയിപ്പോ വല്ല ഫ്രോഡുകളും പണം അടിച്ചു മാറ്റിയതാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കിലേക്ക് വിളിക്കാണ്ട് ഒരുങ്ങുമ്പത്തേനുമാണ് കുറെ കവറുകളൊക്കെ ആയിട്ട് അനു അങ്ങോട്ടേക്ക് വരുന്നേ. അനു സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് വരുമ്പത്തേനും അലോക് അന്തം വിട്ട് നോക്കുവാണ്. ആ സമയത്ത് അനു പറഞ്ഞു, ഞാൻ അലോകിനെ എത്ര വട്ടം വിളിച്ചു, അലോകിനെ കണ്ടില്ല. പിന്നെ എനിക്ക് തോന്നി അലോകിന് തിരക്കായിരിക്കുന്നു. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പൈസ കൊടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. പൈസയോ? ആ അലോകിനോട് പറയാൻ മറന്നു. അലോകിന്റെ കാർഡ് എൻ്റെ ഉണ്ടായിരുന്നേ. പിന്നെ കാർഡ് കൊടുത്തു. പിന്നെ അതിന്റെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇന്നാൾ അലോക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കവറൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി അകത്തേക്ക് അനു കയറി പോവാണ്. അലോക് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുമ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, പോയി ചാവടാ നീ എന്ന് പറഞ്ഞു. അലോകിന് ഇതിൽ പരം ഒരു നാണക്കേടില്ല. അലോക് അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ് അനുശ്രീ. അലോകിനോട് പറഞ്ഞു, നോക്കൽ അലോകെ എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് ചോദിച്ചു. ആ സമയത്ത് അലോക് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ്. അലോകെ എനിക്ക് മനസ്സിലായി അലോകിന്റെ തിരക്കെന്താന്ന്. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ വരെ ഓഫ് ചെയ്ത് അലോക് പോയത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇത്ര രൂപയുടെ എടുത്തുള്ളൂ. ഒരു 70,000 രൂപയുടെ അത്യാവശ്യമൊക്കെ ഉള്ള എടുത്തു. ഇനി നാളെ മുതൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഒന്ന് രണ്ട് ചെരുപ്പ് മേടിക്കണം. കാർഡ് അലോകിന്റെ കയ്യിലുണ്ടല്ലോ എൻ്റെ. അതുകൊണ്ട് പിന്നെ എനിക്കിനി ഇപ്പോൾ ഒരു ടെൻഷൻ ഇല്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി എനിക്ക് വാങ്ങാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോ അങ്ങനെ അനുശ്രീയെ നോക്കി. പെട്ടെന്ന് അനുശ്രീ ഒരു കവർ എടുത്തിട്ട് തുറന്നിട്ട്, ഇതെങ്ങനെയുണ്ട് അലോകെ ഒന്ന് നോക്കാൻ പറഞ്ഞ് കാണിക്കുകയാണ്. അലോകൻ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഒരു ചുരിദാറെന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് ആ കട്ടിലേക്ക് ചുറ്റി കൂട്ടിയിട്ടു. അനുശ്രീ പറഞ്ഞു, ഓ അലോക് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, വീണ്ടും നാളെ എനിക്ക് മേടിക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അലോക് പെട്ടെന്ന് അനുശ്രീയുടെ ആ പേഴ്സ് എടുത്ത് അതിനകത്ത് ആ കാർഡ് നോക്കുമ്പോഴത്തേനും അനുശ്രീ എന്ത് ചെയ്തു, ആ കവറിനകത്തുനിന്നൊരു കത്തി ഇങ്ങ് എടുത്തു. കത്തി എടുത്തിട്ട് പറഞ്ഞു, അതെ കടയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഈ കത്തി അങ്ങോട്ട് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യമേ അലോക് ആ കത്തി എവിടെയോ കൊണ്ട് മാറ്റി വെച്ചില്ലേ, അതിന് പകരം ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് അനുശ്രീ അങ്ങോട്ട് ചെന്നു. അലോകിന്റെ അടുത്തേക്ക് ചെന്നു. അലോകിന്റെ അടുത്ത് ചെന്നിട്ട് കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് പറഞ്ഞു, അതെ ബുദ്ധിയുള്ള പെൺകുട്ടികളെ നീ കണ്ടിട്ടില്ല. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നത്? ഞാൻ നാണം കെട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോരുമെന്നോ? ഒരിക്കലും ഇല്ല. എനിക്ക് നിന്നെക്കുറിച്ച് അറിയാൻ പാടില്ലേ. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുവാണ് നിനക്കുള്ളോ. അല്ലെങ്കിൽ കത്തി നിന്റെ പള്ളക്ക് കയറ്റും ഞാന്. അനുവിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ലോക് ശരിക്കും ഞെട്ടി നിൽക്കുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവള് ചിലപ്പോൾ കത്തി കയറ്റും എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായി. അപ്പോഴേക്കും മനസ്സിലായി പറഞ്ഞു, ഈ കത്തിനി എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. എങ്ങാനും വല്ല കണ്ണന്തിരിവ് പരിപാടി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് ശ്രീദേവി ഇരുന്ന് കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുവാണ്. അപ്പോഴേക്കും മീനാക്ഷി കുളിയെല്ലാം കഴിഞ്ഞു വന്നു. മിത്ര വന്നിട്ട് ചോദിച്ചു, ആഹാ ഇത്ര നേരത്തെ കുളിയും കഴിഞ്ഞു എന്ന് ചോദിച്ചു. പിന്നല്ലാതെ. അല്ല ദേവിയെടുത്ത് കണക്കുകൾ നോക്കുമായിരിക്കും. ഇന്നെന്താ വല്ല പൈസ കുറവുണ്ടോ? ശ്രീദേവി പറഞ്ഞു, 1 രൂപ പോലും കുറവില്ല. മിത്ര ചിരിച്ചു, ഓ രക്ഷപ്പെട്ടു, നമുക്കിന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗോമതിയുടെ വരവ്. ഗോമതി വന്നിട്ട് ചോദിച്ചു, ശ്രീദേവി മോൾ കണക്ക് നോക്കുമായിരിക്കുമല്ലേ? അതെ. വല്ല പൈസയ്ക്കും കുറവുണ്ടോ? ഇല്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോളൂ, നമുക്ക് സമാധാനമായെന്ന്. അങ്ങനെ അവർ ചിരിക്കുമ്പോഴത്തേനും ബാലൻ വന്നു. ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി കണക്കുകൾ കൊണ്ട് ബാലയെ കൊടുക്കണം. ബാലച്ച ഇന്നത്തെ കണക്കുകളായതെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്താണ് ധർമ്മനും സുകന്യയും കൂടെ വരുന്നേ. ധർമ്മം വന്നിട്ട് പറഞ്ഞു, എന്തായാലും എൻ്റെ അളിയ പറയാതിരിക്കാൻ പറ്റില്ല. ദേവമോള് കടയിലേക്ക് വന്നോണ്ട് നല്ല ഐശ്വര്യ, പഴയതുപോലെ ഒന്നുമല്ല. കടയിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, അതെന്താടാ ഞാൻ ഉണ്ടായിരുന്ന സമയത്തില്ലായിരുന്നോ? അതല്ല അളിയ, ദേവമോൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന രീതിയുണ്ട്. എന്താടാ ഞാൻ ആൾക്കാരെ എന്താ വെട്ടുപോത്തിനെ പോലെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നേ. അളിയൻ അങ്ങനെയല്ല, തീരനെ പോലെ ആ കസേര കയറി ഇരിക്കില്ലേ. പക്ഷെ ദേവമോൾ അങ്ങനെയല്ല, വരുന്ന ആൾക്കാരോടൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തി ഇന്ന് കയറുന്നവർ നാളെ കടയിലേക്ക് വരും. അതാ രീതി. അതുകൊണ്ട് ആ കച്ചവടം കൂടിയെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അല്ലേലും
ദേവിമോൾക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. മീനാക്ഷി പറഞ്ഞു അതെ, കൃത്യസമയത്ത് തന്നെ ദേവി ചേച്ചി എന്തായാലും കടയിലേക്ക് ചെന്നേന്ന് പറഞ്ഞു. അങ്ങനെ അവര് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് ആകാശും ആര്യനും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞിട്ട് ആകാശ് പറഞ്ഞു, ഇന്ന് ഞങ്ങള് ജീവനെ കണ്ടായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. ജീവനെയോ? എന്തിനാണ് നിങ്ങൾ അവനെ കാണാൻ പോയത്? അല്ല, അത് പിന്നെ 1 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കുറവ് വരുത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ കാണാൻ പോയത്. അപ്പോഴേക്കും ബാലൻ ദേഷ്യപ്പെട്ടു. നാണം ഉണ്ടോടാ നിനക്ക് ഇതിങ്ങനെ പറയാനായിട്ട്? നിന്റെയൊക്കെ പെങ്ങള് കാണിച്ച ചതിയുടെ ഫലം അവര് ചോദിച്ചത്, പ്രതിഫലം അവര് ചോദിച്ചത്, എന്നിട്ട് അതിനകത്ത് വില വേശാൻ പോയിക്കുന്നു നാണമില്ലാത്തങ്ങള്. ആര്യം പറഞ്ഞു, അച്ഛാ ഇത്രയും വലിയ എമൗണ്ട് പിന്നെ നമ്മൾ എവിടുന്ന് കൊടുക്കുമെന്ന് ഓർത്തിട്ടാ? 1 മാസത്തിനുള്ളിൽ കൊടുക്കണമല്ലോ, നമ്മൾ എവിടുന്ന് ആ പൈസ കൊടുക്കുന്നേ? ബാലൻ പറഞ്ഞു, എങ്ങനെയാളും കൊടുക്കും, ഇനി ഈ വീട് വിറ്റിട്ടാളും കൊടുക്കും. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ അച്ഛാ? ദുരഭിമാനത്തിന്റെ പേരിൽ ഇത് വിലക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. എടാ, ഒറ്റ എണ്ണം അങ്ങ് ഇട്ടുവന്നാലോ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലന് ആകാശിന് നേരെ കൈ ഓങ്ങിക്കേണ്ടി വന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അച്ഛ വേണ്ട അച്ഛാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ടാ ഇത്? എന്റെ ദൈവമേ, അവള് കാരണം ഈ കുടുംബത്തിൽ വീണ്ടും തല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണല്ലോ. അതിന് മാത്രം എന്ത് തെറ്റാ ഭഗവാനെ ചെയ്തേ? ആകെപ്പാട് ഒരു തെറ്റേ ചെയ്തുള്ളൂ, അവളെ നോക്കി വളർത്തി ഇത്രയും വലുതാക്കി വിട്ടു, അതിനുള്ള ശിക്ഷയാണോ ഇതെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി കരയുവാണ്. അപ്പോഴേക്കും മീനാക്ഷിയൊക്കെ ഉപദേശിച്ചു, അമ്മ വിഷമിക്കല്ലേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം രാജശ്രീയും അച്യുതനും അലോവും കൂടെ സംസാരിക്കുന്ന സമയത്താ അച്യുതൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മയോടും മോനോടും അവളെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം. അതെങ്ങനെയാ, നിങ്ങൾ ആരെങ്കിലും എന്തേലും വിശ്വസിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഇടി എന്താ സംഭവിച്ചെന്നോ, ഇവന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് പോയിട്ട് 70,000 രൂപയുടെ പർച്ചേസ് അവള് ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ നടത്തിയത്. അതുകൂടാതെ ഇന്നത്തെ ദിവസം 1 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി. ഇങ്ങനെ പോയിട്ടുണ്ട്, എങ്ങനെയാവും നീ കണ്ടോ? അത് പിന്നെ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എടുത്തോണ്ട് പോയതായിരിക്കില്ലേ? സ്വാതന്ത്ര്യം മിണ്ടരുത്. ഇവന്റെ ദേഹത്തെ പാടുകൾ നീ കണ്ടോ? പാടോ? അവൾ ഇടിച്ചതിന്റെ പാടുകള്. ഇടിച്ചതോ? അത് പിന്നെ സ്നേഹപ്രകടനങ്ങളാന്ന് പറഞ്ഞിട്ട് സ്നേഹപ്രകടനങ്ങൾ. കോപ്പം മിണ്ടാതിരുന്നോ അവിടെ? അപ്പോഴേക്കും അലോന്റെ മുഖം കുനിഞ്ഞിരിക്കുവാണ്. സത്യമാണോടാ അലോകെ? അവന്റെ മുഖത്ത് നോക്കി അറിയാൻ മേലെ സത്യമാണോ കള്ളത്തരമാണോന്ന്. രാജശ്രീ പറഞ്ഞു, ഇതെന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ ഈ കേൾക്കണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ദേവമംഗലക്കാർക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയതാ നമ്മള്, പക്ഷെ തിരിച്ച് നമുക്കിട്ട് തന്നെ ആ പണി കിട്ടിയിരിക്കുന്നേ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഒഴിവാക്കണം, എങ്കിലോ സമാധാനം ആവത്തുള്ളൂ. അതെങ്ങനെ ശരിയാവും? അവളുടെ കഴുത്തിൽ ഇവൻ താലി കെട്ടിയതല്ലേന്ന് ചോദിച്ചു. അല്ലെന്ന് പറയാനായിട്ട് അലോകിന് പറ്റില്ലല്ലോ. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ആ അമേരിക്കക്കാരന്റെ ആലോചനയില്ലേ ഏട്ടൻ കൊണ്ടുവന്നേ, ആ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. അല്ല, അതിനപ്പം അവരറിയില്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം? എടി, അതൊക്കെ നമുക്ക് നടത്താം, ഇന്നോ നാളെ നടത്തുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്കത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. ആ കല്യാണം നടത്തണം, അതിനു മുമ്പ് ഇവളെ നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ നടക്കും അച്യുതേട്ടാ, നടക്കൂന്ന് പറഞ്ഞു. ഒരാത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അച്യുതൻ പറയണത്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആകാശും ആര്യനും മിത്രേ മീനാക്ഷി എല്ലാവരും കൂടെ സിറ്റ് ഔട്ട് വന്നിരുന്നിട്ട് ആലോചിക്കണം എന്താ ചെയ്യണ്ടേന്ന്. ആകാശ് പറഞ്ഞു, ഈ വീട് പോകുന്നോണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല ഞാൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. കാരണം അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എല്ലാം വെറുതെ ഒറ്റയടിക്ക് പോകുമല്ലോ എന്ന് ഓർത്തിട്ടാ. അനുവിന് വേണ്ടിയിട്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലല്ലോ ആകാശേട്ടാ. ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, സുകന്യയുടെ സ്വർണം ഞാൻ ചോദിച്ചു നോക്കാം, അവള് സ്വർണം തരുമായിരിക്കും, അപ്പൊ അത്ര പൈസ ആയില്ലേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, അത് വേണ്ട അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? വേണ്ടാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, PF ലോൺ എടുക്കാം. അപ്പോഴേക്കും ആകാശ് ചോദിച്ചു, എത്ര രൂപ PF ലോൺ എടുത്താൽ കിട്ടും? അത് മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നോക്കാം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞാനേ ഇപ്പൊ പകലല്ലേ ഓട്ടം പോകുന്നേ, ഇനിയിപ്പോ രാത്രിയിലും കൂടെ ഓട്ടം പോയാലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ കൂടെ കൂടുതൽ കിട്ടത്തില്ലേ? മീനാക്ഷി പറഞ്ഞു, അതും കൊണ്ടൊന്നും ഒന്നും ആവത്തില്ലോ ആര്യ. ഞാനേ അജയനോട് പറഞ്ഞിട്ടുണ്ട്, അജയന്റെ പരിചയത്തിലുള്ള ഒരു ബ്ലേഡ് പലിശക്കാരനുണ്ട്, അയാളോട് കുറച്ച് പൈസ മേടിക്കുവാണെങ്കിൽ. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം അതൊന്നും അല്ല, എൻ്റെ ടെൻഷൻ അതല്ല. അച്ഛൻ ഈ പ്രഷർ താങ്ങാൻ വയ്യാതെ അച്ഛൻ വല്ല കടുങ്കയും ചെയ്യുവാന്ന് എനിക്ക് പേടി. കാരണം ഇത്രയൊക്കെ ആയിട്ടും അച്ഛൻ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, എത്രയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ അത് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ധർമ്മം പറഞ്ഞു, ആകാശം നീ അങ്ങനൊന്നും പറയലടാ, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തേലും ഒരു മാർഗം ഉണ്ടാക്കാം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എല്ലാത്തിനും കാരണം അവളല്ലേ അനു, അവള് കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ.
മിത്ര പറഞ്ഞു, അങ്ങനെ പറയല്ല ആകാശേട്ടാ, അവള് ചിലപ്പോ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്ത്? അല്ല, ഈ ജലജാന്റിയൊക്കെ വന്ന് ഇങ്ങനെ പൈസ ചോദിക്കുന്നേ. അവളതൊക്കെ ചിന്തിക്കണമായിരുന്നു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ചിലപ്പം ആ അവളുടെ മനസ്സിൽ വേറെ എന്താണെന്ന് അറിയില്ലല്ലോ, വേറെ എന്തെങ്കിലും ഒരു കാരണം കാണും. ആര്യം പറഞ്ഞു, അത് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞതാ. അനുവിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്ന്, അതുകൊണ്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയെന്ന്. പക്ഷെ ഇവരൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആരിന് അങ്ങനെ ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മീനാക്ഷിക്കും മിത്രയ്ക്കും സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം അവരൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഉദയഭാന്റെ ഫോണിലേക്ക് ആനന്ദ് വിളിക്കുകയാണ്. ആനന്ദ് വിളിക്കുന്ന കണ്ടിപ്പോ ഉദയഭാനു ഓർത്തു, ദൈവമേ ഇവൻ എന്തിനായിരിക്കും പോലും വീണ്ടും വിളിക്കുന്നത്. അങ്ങനെ ഉദയഭാനു കോൾ എടുത്തു. ആ പറ മോനെ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ശ്രീദേവിയെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നോ? അല്ല, അത് പിന്നെ ഞാന് നിങ്ങളോട് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചേ. ആ പറഞ്ഞായിരുന്നു മോനെ. എന്നിട്ട് എന്തായ കാര്യങ്ങൾ? അവൾ എന്ത് പറഞ്ഞു? അല്ല, അത് പിന്നെ അവള് കാര്യം പറഞ്ഞു. നിങ്ങള് അവളോട് ഗോമതി സ്റ്റോഴ്സിലേക്ക് ഇനി പോവണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. പക്ഷെ അവള് പറയുന്നേ അവിടെ ചെന്നിരിക്കുമ്പോഴാ കുറച്ച് സമാധാനം കിട്ടണേന്നാ പറഞ്ഞേ. അവളുടെ സമാധാനം മറ്റുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കിയിട്ട് അവള് സമാധാനത്തിന് വേണ്ടി പോയിരിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം തരും. 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോഴേക്കും ഉദയമാന് പറഞ്ഞു, മോനെ ഞാൻ നേരിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാം, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിനും മോനെ അവിവേകം ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാ ഉദയഭാനു കോള് കട്ട് ചെയ്യുന്നേ. ഉദയഭാനു ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത. അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രീദേവി വന്നിട്ട് ആനന്ദിനോട് ചോദിച്ചു, ആരാ? അച്ഛനായിരുന്നു ഫോണിൽ നിന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, 2 ദിവസത്തിനുള്ളിൽ എന്തൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടു. എന്നെ കുറിച്ചായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അതെ, നീ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ആനന്ദേട്ടാ, അച്ഛന് 1 കോടി രൂപ കൊടുക്കണമല്ലോ ജീവന്റെ വീട്ടുകാർക്ക്. ആ പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ലാതെ ബാലച്ചൻ ആകെപ്പാടെ ടെൻഷനില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണ്ടേന്ന് ചോദിച്ചു. ഓ, നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണല്ലോ ഉദയഭാനു. ഒരു കാര്യം ചെയ്യേ, കോടീശ്വരനായ ഉദയഭാനുവിനോട് 1 കോടി രൂപ ചോദിക്കുക. അങ്ങേർക്ക് ഈ പൈസ ഒന്നും അല്ലല്ലോ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എൻ്റെ അച്ഛൻ പല വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്, അതിനകത്തൊരു വേഷമാണ് ഈ കോടീശ്വരന്റെ വേഷം. വീണ്ടും ശവത്തെ കുത്തല്ല ആനന്ദേട്ടാ. ആനന്ദേട്ടന് അറിയാവുന്ന കാര്യമല്ല എൻ്റെ അച്ഛൻ്റെ പൈസ ഇല്ല എന്നുള്ളത്. എടി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അച്ഛനെ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല എന്നോടൊക്കെ എന്നോട് ചെയ്ത് ചതി അതങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന ഒന്നല്ല. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ, അച്ഛൻ തന്ന കുറച്ച് സ്വർണം എൻ്റെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യുക, ആ സ്വർണം ഞാൻ തരാം. ആനന്ദേട്ടൻ അത് കൊണ്ടുപോയിട്ട് പണയം വെക്കോ വിൽക്കോ എന്തേലും ചെയ്തിട്ട് ബാലച്ചന് പൈസ കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, സ്വർണമോ? ഹെടി, നിന്റെ അച്ഛൻ തന്നല്ലേ, അതിനകത്ത് 1 ഗ്രാം പോലും സ്വർണം കാണത്തില്ല. മൊത്തം മുക്കുപണ്ടമായിരിക്കും. അത് കൊണ്ടെങ്ങാനും വിൽക്കാനോ പണയം വെക്കാനോ പോയിട്ട് വേണം ഞാൻ അകത്ത് കിടക്കാനായിട്ട്. ഞാൻ ചേരി പോയി കിടക്കാൻ. നിന്റെ ആഗ്രഹം കൊള്ളാലോ എടി, അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ അച്ഛന്. അപ്പം ശ്രീദേവി പറയാൻ വന്നേ ബാലൻ കൊടുത്ത സ്വർണത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ ആനന്ദ് തെറ്റിദ്ധരിച്ചു. ആനന്ദ് പറഞ്ഞു, മിണ്ടരുത്, മിണ്ടാതെ പോയിക്കോണം അവിടുന്ന്. അവളൊരു സ്വർണ്ണക്കഥയായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രീദേവിയെ ചീത്ത പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി രാവിലെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനു അപ്പുറം കൃഷ്ണമംഗലത്തിനും അവിടെ സിറ്റൗട്ട് വന്ന് ഈ കാഴ്ച കാണുവാണ്. അപ്പോഴാണ് ഇന്ദിരാമ്മ വരുന്നത്. ഇന്ദിരാമ്മ വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ, മോളുടെ അമ്മയോട് കാണാൻ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം മനസ്സിൽ കാണുമെന്ന്. ദേ, അവൾക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമാണ്, അവളുടെ മനസ്സിൽ വെറുപ്പൊന്നുമില്ല, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അതെനിക്കറിയാം, എത്രയെന്ന് പറഞ്ഞാലും പെറ്റമ്മയല്ലേ, മക്കളെ വെറുക്കാൻ പറ്റുമോ? മോളൊരു കാര്യം ചെയ്യുക, ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അനുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അനു ഗോമതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. ഭയങ്കര ടെൻഷൻ അനുവിന് ഗോമതിയെ വിളിക്കാനായിട്ട്. തിരിഞ്ഞ് ഇന്ദിരാമയെ നോക്കിയപ്പോൾ ഇന്ദിരാമ വിളിക്കാനായിട്ട് ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ അമ്മയെന്ന് വിളിച്ചു. അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി നോക്കി. അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തൻ്റെ കുഞ്ഞ് അവൾ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു ചിന്തയായിരുന്നു. സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഗോമതി നോക്കുന്നുണ്ട്. അപ്പം അനുവിനും ഭയങ്കര സന്തോഷമായി. അനു കുറച്ച് അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പെട്ടെന്നാണ് ഗോമതിയുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വരുന്നത്. അലോകിന്റെ കൈ പിടിച്ചു പോകുന്ന അനുവിന്റെ മുഖം. അത് ഓർത്തിഞ്ഞപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളം എടുത്ത് അവളുടെ തല വഴി കമത്തുവാണ്. ആരടി നിന്റെ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന ഇന്ദിരാമ്മ പോലും ഞെട്ടിപ്പോവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.